നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥി പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ശ്രീ ശശികുമാർ കൊടക്കാടത്താണ്. അദ്ദേഹം ഈ മേഖലയിൽ മാധ്യമ പ്രവർത്തനത്തോടൊപ്പം സാംസ്കാരിക പ്രവർത്തനം കൂടി നടത്തുന്ന ഒരു വ്യക്തിയാണ്. അറിയപ്പെടുന്ന പാട്ടുകാരൻ, അഭിനേതാവ് എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധേയനാണ്. 32 വർഷത്തിലേറെക്കാലമായി അദ്ദേഹം മാധ്യമ പ്രവർത്തനം നടത്തുന്നു. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലത്ത് ശ്രീ വ്യാസ കോളേജിലെ ഫൈനാൻസ് സെക്രട്ടറി ആയിരുന്നു, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം സംസ്കാര സാഹിതിയുടെ ചെയർമാൻ കൂടിയാണ്. അങ്ങ് ഇത്രയും കാലത്തെ അങ്ങയുടെ ഈ സാംസ്കാരികമായ പ്രവർത്തനങ്ങളും മാധ്യമ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? എൻ മീഡിയയുടെ മുഴുവൻ പ്രേക്ഷകർക്കും നമസ്കാരം. ശ്രീ ജോൺസൺ ബോണല്ലൂർ എൻ്റെ ഒരു 32 വർഷത്തെ മാധ്യമ പ്രവർത്തന രംഗത്തെ അനുഭവങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം സാംസ്കാരിക പ്രവർത്തനങ്ങളും എന്നെ സംബന്ധിച്ചും ഇപ്പോൾ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളെല്ലാം ഈ പത്രപ്രവർത്തന രംഗത്ത് വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന പോലുള്ള സാങ്കേതിക വിദ്യകളെല്ലാം ഏറ്റവും മോഡേൺ ടെക്നോളജി ഇന്നിപ്പോൾ ഈ മാധ്യമ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പം തന്നെ വാർത്തകൾ മുമ്പൊക്കെ ഇന്ന് നടന്ന വാർത്ത പിറ്റേ ദിവസം അറിയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇപ്പോൾ നടന്ന ഒരു സംഭവം ഇപ്പോൾ തന്നെ അത് നമുക്ക് കയ്യിലുള്ള മൊബൈൽ വഴി ആളുകൾക്ക് ലഭിക്കുന്ന രീതിയിൽ അത്രയും അധികം ഫാസ്റ്റായിട്ട് നമ്മളെ ഈ ഇൻഫർമേഷൻ ടെക്നോളജി മാറിക്കഴിഞ്ഞു. അത് എല്ലാ മേഖലകളിലും ഇപ്പോൾ നമുക്ക് ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പണ്ടൊക്കെ ആ സ്പോട്ടിലെത്താനും അവിടെ നിന്ന് അതിൻ്റെ ഫോട്ടോ കളക്ട് ചെയ്യാനും ആ കളക്ട് ചെയ്ത ഫോട്ടോ അയച്ചു കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടൊന്നും ഇപ്പോഴത്തെ ഈ പുതിയ ജനറേഷൻ വരുന്ന മാധ്യമപ്രവർത്തകർക്ക് ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം അതിപ്പോൾ ഈ വാട്സപ്പ് പോലുള്ള സംവിധാനം വഴി നമുക്ക് ഫോട്ടോസ് എല്ലാം നമ്മുടെ ഒരു ഇരുന്നോടത്ത് തന്നെ അതെല്ലാം നമുക്ക് എത്തിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒപ്പം തന്നെ അപ്പോൾ അതനുസരിച്ച് തന്നെ കോമ്പറ്റീഷൻ ആ രംഗത്ത് വളരെയധികം കൂടിയിട്ടുണ്ട്. മുമ്പ് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എന്തൊരു സംഭവങ്ങൾ ചിത്രങ്ങൾ എല്ലാവർക്കും കിട്ടിക്കോളന്നില്ല. ഇന്നിപ്പോൾ ചിത്രങ്ങൾ കിട്ടാതിരിക്കാൻ പറ്റില്ല. അത് അങ്ങനെ അത്രയും സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇതാണ് ഈ മാധ്യമരംഗത്തെ ഞാൻ തുടങ്ങുന്ന 32 വർഷം എന്ന് പറയുന്നത് 91-ലാണ് ഞാൻ മാധ്യമരംഗത്തേക്ക് വരുന്നത്. 2 വർഷം വീക്ഷണത്തിലായിരുന്നു. അതിനുശേഷം 92 മുതൽ 97 വരെ 91-93 വീക്ഷണം, 93-98 ദീപിക, 98-ലാണ് ഞാൻ മലയാള മനോരമയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇതാണ് എൻ്റെ ഒരു മാധ്യമ പ്രവർത്തന രംഗത്തെ ഒരു പഴയ കാലം എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് ആകർഷണമാവാൻ കാരണം അതൊരു സോഷ്യൽ വർക്കും കൂടിയാണെന്നുള്ളത്. നമുക്ക് സമൂഹത്തിന് വേണ്ടി പ്രത്യേകം സമൂഹത്തിൽ ഈ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന ആളുകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടുള്ള ആളുകൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് അവരുടെ ഒരു ശബ്ദമാവാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ആ രംഗത്തേക്കൊക്കെ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വിഷ്വൽ മീഡിയാസും ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ പഴയ കാലത്തുണ്ടായിരുന്ന പോലെ ആ മാധ്യമ പ്രവർത്തനത്തിന് പണ്ട് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത, അല്ലെങ്കിൽ മാധ്യമ വാർത്തയ്ക്ക് ഉണ്ടാവുന്ന വസ്തുനിഷ്ഠമായ വാർത്തകൾ, അതിനൊക്കെ കുറേ അധികം മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു വാർത്ത കൊടുക്കുക എന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ പലപ്പോഴും ഒരു വാർത്തയുടെ നിജസ്ഥിതി അന്വേഷിക്കാനോ അത് പരിശോധിക്കാനോ ഉള്ള സമയമോ സാവകാശമോ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യം വരിക. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും പല വാർത്തകളും അത് ശരിയല്ലാത്ത വാർത്തകൾ ഈ ദൃശ്യമാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഇതൊക്കെയാണ് അപ്പോൾ ഈ മാധ്യമപ്രവർത്തന രംഗത്തേക്ക് വന്നുള്ള ഒരുപക്ഷെ മൂല്യച്യുതിയാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം, അല്ല എന്നും പറയാം. അതാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വെച്ചാൽ ഈ എല്ലാവരുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടാവുന്നു, പിന്നെ എവിടെയും ഒരു സ്വീകാര്യത നമുക്ക് ലഭിക്കുന്നു എന്നുള്ള ഈ ഒരു മാധ്യമപ്രവർത്തകർ എന്ന രീതിയിലുള്ള അതൊരു വലിയ അനുഭവം തന്നെയാണ്. നമുക്കതുപോലെ നമ്മുടെ നാടിൻ്റെ ശബ്ദമാവാൻ സാധിക്കുന്നു. നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
എന്തെങ്കിലുമൊക്കെ പലർക്കും പല പ്രശ്നങ്ങളും പുറത്തറിയാണ്ട് പോകുന്നത് ഇത് പുറത്തു കൊണ്ടുവരുന്ന മാധ്യമങ്ങളാണ്. അങ്ങനെയാണ് പല വിഷയങ്ങൾക്കും ഇവിടെ ഒരു പരിഹാരം ഉണ്ടാവുന്നതും പല ഒളിഞ്ഞു കിടക്കുന്ന പല വിഷയങ്ങളും പുറത്തു കൊണ്ടുവരുന്നതൊക്കെ ഈ മാധ്യമങ്ങളാണ്. ആ മാധ്യമധർമ്മം എന്ന് പറയാൻ വളരെ ഇതാണ്. പക്ഷെ ഇന്നത്തെ ഇപ്പം മാധ്യമ പ്രവർത്തനത്തിൽ ആ മാധ്യമധർമ്മം മുഴുവനായിട്ടും ഉണ്ടോ എന്നുള്ളൊരു ആത്മപരിശോധന തീർച്ചയായിട്ടും മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും നടത്തണം എന്നൊരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എനിക്കുണ്ട്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.